വെൽക്കം ടു ഫിനിഷ് ടെക്നോസ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ 5th ക്ലാസ് ആണ് ഇന്ന്. ഇന്നത്തെ ക്ലാസ്സിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ ഡയോഡ് സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രിക്കി ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നോർമലി ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മിക്കവാറും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിക്കാറുള്ളതാണ്. ഒന്നുകിൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇതിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നോക്ക്, ഇവിടെ 3 ഡയോഡ്സ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഡയോഡിന്റെ ഇൻപുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് എന്താണ്? ഡിഫറെന്റ് വോൾട്ടേജ് ആണ്. അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇങ്ങനെ ഒരു 3 ഡിഫറെന്റ് ഡയോഡ്സ് പാരലി കണക്റ്റഡ് ടു 3 ഡിഫറെന്റ് ഇൻപുട്ട് വോൾട്ടേജസ് 3 വോൾട്ട്, 2 വോൾട്ട് ആൻഡ് 1 വോൾട്ട് ആണെങ്കിൽ what is the value of the current I flowing through the output load resistor 1 kilo ohm if the diode D1, D2, D3 are എന്താണ്? ഐഡിയൽ ഡയോഡ്സ്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? തന്നിരിക്കുന്ന ടൈപ്പ് ഓഫ് ഡയോഡ് എന്താണ്? തന്നിരിക്കുന്ന ഡയോഡ്സിലെ ഇൻപുട്ടിലും അതിന്റെ ഔട്ട്പുട്ടിലും അല്ലെങ്കിൽ ഡയോഡിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്താണെന്ന്. ഓക്കെ, ഇവിടെ നോക്ക്, D1, D2 ഫസ്റ്റ് ഇവിടുത്തെ ഈ ക്വസ്റ്റ്യനിലെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? D1, D2, D3 ആർ എന്താണ്? ഐഡിയൽ ഡയോഡ്സ് ആണ്. നമുക്കറിയാം, ഒരു ഡയോഡ് ഐഡിയൽ ഡയോഡ് ആണെങ്കിൽ അതിന്റെ കട്ട് ഇൻ വോൾട്ടേജ് അല്ലെങ്കിൽ അതിന്റെ ഡിപ്ലീഷൻ റീജിയൻ അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലെങ്കിൽ അതിന്റെ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 0 വോൾട്ട് ആയിരിക്കും. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് D1, D2, D3 ആർ എന്താണെന്ന്? ഐഡിയൽ ഡയോഡ്സ് ആണെന്ന്. നമുക്കറിയാം, ഒരു ഡയോഡ് ഐഡിയൽ ഡയോഡ് ആണെങ്കിൽ അതിന്റെ കട്ട് ഇൻ വോൾട്ടേജ് അല്ലെങ്കിൽ അതിന്റെ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 0 വോൾട്ട് ആയിരിക്കും. പ്രാക്ടിക്കലി ഐഡിയൽ ഡയോഡ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ചോദിച്ചാൽ എക്സിസ്റ്റ് ചെയ്യത്തില്ല. മിക്കവാറും എല്ലാ ഡയോഡ്സിന്റെയും കട്ട് ഇൻ വോൾട്ടേജ് നോൺ സീറോ ആയിരിക്കും. നോർമലി സിലിക്കൺ ഡയോഡ് എടുത്താൽ ക്വസ്റ്റ്യനിൽ ഐഡിയൽ ഡയോഡ് എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യും ദ ഗിവൺ ഡയോഡ്സ് എന്താണെന്ന്? സിലിക്കൺ ഡയോഡ് ആണെന്ന്. എങ്കിൽ അതിന്റെ കട്ട് ഇൻ വോൾട്ടേജ് എന്തായിരിക്കും? 0.7 വോൾട്ട് ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് എ ജെർമേനിയൻ ഡയോഡ് അതിന്റെ കട്ട് ഇൻ വോൾട്ടേജ് എന്തായിരിക്കും? 0.3 വോൾട്ട് ആയിരിക്കും. ഓക്കെ, പ്രാക്ടിക്കലി എക്സിസ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ഇൻവേർട്ടിംഗ് ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടില് ഒരു ഡയോഡ് കണക്ട് ചെയ്താൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഫീഡ്ബാക്ക് ഞാൻ അസ്യൂം ചെയ്തു യൂണിറ്റി ഫീഡ്ബാക്ക് ആണത്. അതിന്റെ ഔട്ട്പുട്ടിൽ ഒരു ഡയോഡ് കണക്ട് ചെയ്താൽ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് തന്നെയായിരിക്കും ഇവിടെ വരുന്നത്, ഔട്ട്പുട്ടിൽ വരുന്നത്. അന്നേരം ഈ കോമ്പിനേഷൻ ഓപ്പറേഷൻ ആംപ്ലിഫയർ യൂണിറ്റി ഫീഡ്ബാക്ക് ഔട്ട്പുട്ടിൽ ഒരു ഡയോഡ് ഉണ്ട്. ഈ കോമ്പിനേഷൻ എന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു ഐഡിയൽ ഡയോഡ് പോലെ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ ഇതെന്തായിരിക്കും? ഒരു സൂപ്പർ ഡയോഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രിസിഷൻ ഡയോഡ് ആയിരിക്കും. ഈ പർട്ടിക്കുലർ കേസിൽ മാത്രമാണ് പ്രാക്ടിക്കലി കട്ട് ഇൻ വോൾട്ടേജ് ഓഫ് എ ഡയോഡ് ഈസ് 0 വോൾട്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യനിൽ ഡയോഡ്സ് D1, D2, D3 ആർ ഐഡിയൽ ഡയോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. Therefore നമുക്ക് അസ്യൂം ചെയ്യാം ദ കട്ട് ഇൻ വോൾട്ടേജ് ഓഫ് ഓൾ ദ 3 ഡയോഡ്സ് എന്തായിരിക്കും? 0 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അന്നേരം ഞാൻ അസ്യൂം ചെയ്യുന്നു 0 വോൾട്ട് ആണ് ഡ്രോപ്പ് അക്രോസ് ഈച്ച് 3 ഡയോഡ്സ്. ഓക്കെ, ഇനി നോക്കുമ്പോൾ ഇൻപുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് 3 വോൾട്ട്, 2 വോൾട്ട് ആൻഡ് 1 വോൾട്ട്. ഓക്കെ, ഞാൻ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാം. ഫസ്റ്റ് ഞാൻ അസ്യൂം ചെയ്യുന്നു എനിക്ക് ഏതൊക്കെ ഡയോഡ്സ് ആണ് ഫോർവേഡ് ബയസ് അല്ലെങ്കിൽ ഏതൊക്കെ ഡയോഡ്സ് ആണ് റിവേഴ്സ് ബയസ് എന്ന് എനിക്ക് അറിയില്ല. Therefore ജസ്റ്റ് ഞാൻ അസ്യൂം ചെയ്യുന്നു ദ ഡയോഡ് D3 ഈസ് ഫോർവേഡ് ബയസ് ആണ്. ഡയോഡ് D3 ഫോർവേഡ് ബയസ് ആണെങ്കിൽ D3 ഡയോഡ് ഫോർവേഡ് ബയസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഡയോഡ് ഐഡിയൽ ഡയോഡ് ആണെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. Therefore ഇൻപുട്ടിൽ 1 വോൾട്ട് കാണും, ഔട്ട്പുട്ടിൽ അക്രോസ് എന്ത് കാണും? ഒരു 1 കിലോ ഓം റെസിസ്റ്റർ കാണും. 1 കിലോ ഓം റെസിസ്റ്റർ കാണും. ഓക്കെ, ഇത് 1 വോൾട്ട് ഇവിടെ ഷോർട്ട് ആണെങ്കിൽ സെയിം വോൾട്ടേജ് തന്നെ ആയിരിക്കും ഈ പോർട്ടിൽ വരുന്നത്, Therefore അല്ലെങ്കിൽ ഈ നോഡിൽ വരുന്നത്. Therefore ഈ നോഡിന് അക്രോസ് ഉള്ള വോൾട്ട് എന്തായിരിക്കും? 1 വോൾട്ട് ആയിരിക്കും. Therefore കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ 1 കിലോ ഓം എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റർ 1 കിലോ ഓം ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം 1 മില്ലി ആംപിയർ എന്ന് പറയാം. Therefore 1 വോൾട്ട് ആയിരിക്കും ഈ റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഇഫ് ദ ഡയോഡ് D3 ഈസ് ഫോർവേഡ് ബയസ് ആണെങ്കിൽ. ഓക്കെ, ഇവിടെ നമുക്ക് ഡയോഡ് D3 ഫോർവേഡ് ബയസ് ആണെങ്കിൽ 1 കിലോ ഓം റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് 1 വോൾട്ട് ആണ്. ഈ പോയിന്റും ഷോർട്ടഡ് ആണ്. Therefore this 1 വോൾട്ട് തന്നെ ആയിരിക്കും ഈ നോഡിലെ 1 വോൾട്ടേജ്. Therefore
D1 D2 എന്തായിട്ട് മാറും? ഫോർവേഡ് ബയസ് ആയിട്ട് മാറും. D1 D2 ഫോർവേഡ് ബയസ് ആയാൽ D1 ഫോർവേഡ് ബയസ് ആയാൽ 3 വോൾട്ട് തന്നെ ആയിരിക്കണം ഈ പർട്ടിക്കുലർ നോഡിൽ വരുന്നത്. 2 വോൾട്ട് തന്നെ ആയിരിക്കണം ഈ പർട്ടിക്കുലർ നോഡിൽ വരുന്നത്. ഓക്കെ, ഒരിക്കലും നമുക്ക് ഒരു സെയിം നോഡിൽ ഡിഫറെന്റ് വോൾട്ടേജ് വരത്തില്ല. ദെയർഫോർ മൈ ഇനിഷ്യൽ അസംഷൻ എന്താണ്? റോങ് ആണ്. ദെയർഫോർ D1 ഒരിക്കലും എനിക്ക് എന്താക്കാൻ പറ്റില്ല? ഫോർവേഡ് ബയസ് ആക്കാൻ പറ്റില്ല. ദെയർഫോർ മൈ ഫസ്റ്റ് അസംഷൻ എന്താണ്? റോങ് ആണ്. സിമിലർലി ഞാൻ D2 ഫോർവേഡ് ബയസ് എടുത്താൽ 2 വോൾട്ട് അക്രോസ് D2 കണക്ട് ചെയ്താൽ D2 ഫോർവേഡ് ബയസ് ആയാൽ D2 നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഷോർട്ട് സർക്യൂട്ട് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ദെയർഫോർ 2 വോൾട്ട് ആണെങ്കിൽ 1 കിലോ ഓം റെസിസ്റ്റർ അക്രോസ് ഉള്ള വോൾട്ട് എന്തായിരിക്കും? 2 വോൾട്ട് ആയിരിക്കും. ആ 2 വോൾട്ട് തന്നെ ആയിരിക്കും എവിടെ വരുന്നത്? D1 അക്രോസ് വരുന്നത്. ദെയർഫോർ അതിന്റെ N ടൈപ്പ് സെമി കണ്ടക്ടറിൽ 2 വോൾട്ട്, അതിന്റെ P ടൈപ്പ് സെമി കണ്ടക്ടറിൽ 3 വോൾട്ട്. ദെയർഫോർ D1 ഓൾസോ എന്തായിരിക്കും? ഫോർവേഡ് ബയസ് ആയിരിക്കും. ദെയർഫോർ ഈ 3 വോൾട്ട് തന്നെ ആയിരിക്കണം ഈ നോഡിൽ വരുന്നത്. ദെയർഫോർ മൈ സെക്കൻഡ് അസംഷൻ എഗെയിൻ എന്തായിരിക്കും? റോങ് ആയിരിക്കും. D2 എന്തായിരിക്കും? ഫോർവേഡ് ബയസ് റോങ് ആയിരിക്കും അസംഷൻ. ദെയർഫോർ D2 എന്തായിരിക്കണം? റിവേഴ്സ് ബയസ് ആയിരിക്കണം. ദെയർഫോർ ഞാൻ ലാസ്റ്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു ദ ഡയോഡ് D1 ഈസ് ഫോർവേഡ് ബയസ്. ദെയർഫോർ ഡയോഡ് D1 ഫോർവേഡ് ബയസ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഡയോഡ് D1 മാത്രം എന്ത് ചെയ്യാം? ഷോർട്ട് ചെയ്യാം. ദെയർഫോർ ദ ലോഡ് റെസിസ്റ്റർ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിട്ട് മാറും? ലോഡ് റെസിസ്റ്റർ അക്രോസ് ഉള്ള വോൾട്ടേജ് 3 വോൾട്ട് ആയിട്ട് മാറും. 3 വോൾട്ട് ആയിട്ട് മാറിയാൽ ആ ലോഡ് റെസിസ്റ്റർ അക്രോസ് ഉള്ള കറണ്ട് I എന്തായിരിക്കും? I ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു എന്തായിരിക്കും? 3 മില്ലി ആംപിയർ ആയിരിക്കും. 3 മില്ലി ആംപിയർ ആയിരിക്കും. അന്നേരം ഇവിടെ 3 മില്ലി ആംപിയർ ആണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും? 3 വോൾട്ട് ആയിരിക്കും. ഇവിടെ നോക്ക് D2ന്റെ N ടൈപ്പ് സെമി കണ്ടക്ടറിൽ 3 വോൾട്ട് വരുന്നു, അതിന്റെ P ടൈപ്പ് സെമി കണ്ടക്ടറിൽ 2 വോൾട്ട് വരുന്നു. ദെയർഫോർ D2 എന്തായിരിക്കും? D2 റിവേഴ്സ് ബയസ് ആയിരിക്കും. സിമിലർലി D3 അക്രോസ് നെഗറ്റീവ് ടെർമിനലിൽ N ടൈപ്പ് സെമി കണ്ടക്ടറിൽ 3 വോൾട്ട് വരുന്നു, അതിന്റെ P ടൈപ്പ് സെമി കണ്ടക്ടറിൽ എന്ത് വരുന്നു? 1 വോൾട്ട് വരുന്നു. ദെയർഫോർ അഗെയിൻ D3 എന്തായിരിക്കും? റിവേഴ്സ് ബയസ് ആയിരിക്കും. ദെയർഫോർ മൈ അസംഷൻ എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. അന്നേരം ഓർത്തിരിക്കേണ്ട ഒരേ ഒരു ഷോർട്ട് കട്ട് ഇതാണ്. വെൻ ദ ഡയോഡ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ ആൻഡ് അപ്ലൈസ് വിത്ത് ഡിഫറെന്റ് ഇൻപുട്ട് വോൾട്ടേജ് ആണെങ്കിൽ ഏറ്റവും ഹയർ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്ന ഡയോഡ് മാത്രം എന്തായിട്ട് മാറും? ഫോർവേഡ് ബയസ് ആയിട്ട് മാറും. കാരണം എന്താണ്? ഔട്ട് ഓഫ് 3 ഡയോഡ്സ് ഇതിൽ ഏത് ഡയോഡ് കണ്ടക്ട് ചെയ്താലും ലാർജ് ഫോർവേഡ് ബയസ് കിട്ടുന്ന ആർക്കായിരിക്കും? D1 ആയിരിക്കും. Therefore ഓർത്തിരിക്കുക, when diodes connected in parallel എന്താണ്? The diode which experiences more forward bias become എന്തായിരിക്കും? കണ്ടക്ടിങ് ആയിരിക്കും. അല്ലെങ്കിൽ അതെന്തായിരിക്കും? ഫോർവേഡ് ബയസ്ഡ് ഡയോഡ് ആയിരിക്കും. Therefore D1 കണ്ടക്ടിങ് ആയിരിക്കും. D1 കണ്ടക്ടിങ് ആണെങ്കിൽ 3 വോൾട്ടേജ് ആയിരിക്കും എവിടെ വരുന്നത്? ഈ നോഡിന് അക്രോസ് വരുന്നത്. Therefore കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ലോഡ് റെസിസ്റ്റർ എന്തായിരിക്കും? ദ വോൾട്ടേജ് 3 വോൾട്ട് ഡിവൈഡ് ബൈ 1 കിലോ ഓം ഈക്വൽ ടു എന്തായിരിക്കും? 3 മില്ലി ആംപിയർ ആയിരിക്കും. Therefore ഓപ്ഷൻ C ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു ഷോർട്ട് കട്ട് ആയിട്ട് ഓർത്തിരിക്കുക. 3ക്കും 2നും 1നും പകരം ഇപ്പോൾ എക്സാമ്പിൾ 10, 11, 12 കൊടുത്താൽ ഇവിടുത്തെ D3 എന്ന് പറഞ്ഞ ഡയോഡ് മാത്രം എന്തായിട്ട് മാറും? കണ്ടക്ടിങ് ആയിട്ട് മാറും. ഓക്കെ, അന്നേരം ഇൻ ജനറൽ ഓർത്തിരിക്കുക, ദ ഡയോഡ് വിച്ച് എക്സ്പീരിയൻസസ് മോർ ഫോർവേഡ് ബയസ് ബിക്കം എന്തായിരിക്കും? കണ്ടക്ടിങ് ഡയോഡ് ആയിരിക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ കോൺസെപ്റ്റ് ഓർത്തിരുന്നാൽ ഈ ടൈപ്പ് ഓഫ് ഏത് ക്വസ്റ്റ്യൻ തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും.